അപ്പോൾ നമ്മളിതിൽ ഫ്ലെമിഷ് ബോണ്ടിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കാണിച്ചു, ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഞാനിപ്പോൾ കാണിച്ചിരുന്നു അല്ലേ. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ. അതേപോലെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് ബോണ്ട് കാണിച്ച സമയത്ത് നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. ഇതാണ് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കിയാൽ അടിയിൽ മൊത്തം സ്ട്രക്ചർ ഫേസ് ആണ് കിടക്കണത് അല്ലേ. അതായത് നീളനെയുള്ള ഫേസ് ആണ്. മുകളിലേക്ക് വന്നപ്പോൾ കംപ്ലീറ്റ് ഹെഡർ ഫേസ്. ഇതിങ്ങനെ ഒന്നിടവിട്ട കോഴ്സുള്ള കൊടുക്കണേന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ ഇങ്ങോട്ട് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ഫ്ലെമിഷ് ബോണ്ടിൻ്റെ എലിവേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താണ് കാണാൻ പറ്റുന്നത് നോക്കിയേ. ആദ്യം അവിടെ സ്ട്രക്ചറും ഹെഡറും ഇടവിട്ട് കൊടുത്തിരിക്കുന്നു. ഈ ഹെഡറിൻ്റെ കൂടെ എന്ത് കൊടുത്തിട്ടുണ്ട്? ക്യൂൻ ക്ലോസർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ എങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റും? ഒരേ ലെയറിൽ തന്നെ സ്ട്രക്ചറും ഹെഡറും കൊടുക്കുന്ന ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിടവിട്ട ലെയറുകളിലാണ് നമ്മൾ സ്ട്രക്ചറും ഹെഡറും കൊടുക്കുന്നത്. ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെയറിൽ തന്നെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ഹെഡറും സ്ട്രക്ചറും മാറി മാറി കൊടുക്കുന്നുണ്ട്. അത്തരം ബോണ്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഇത് കമ്പാരിസൺ ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും തമ്മിലുള്ള കമ്പാരിസൺ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് നമ്മളോട് ഇത് ചോദിക്കാറുണ്ട്. എന്താണ് ഇംഗ്ലീഷ് ബോണ്ട് അല്ലെങ്കിൽ എന്താണ് ഫ്ലെമിഷ് ബോണ്ട്? ഇല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യനെങ്കിലും ഇതിൻ്റെ ഒരു ചോദ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ്. എന്താ? ഒരു ലെയറിൽ തന്നെ ഹെഡറും സ്ട്രക്ചറും മാറി. ഇപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ഇതേപോലെ തന്നെയാണ് ഇതിൽ വെർട്ടിക്കൽ ജോയിൻസ് ഒഴിവാക്കാനാണ് ഈ ഹെഡറിൻ്റെ കൂടെ എന്ത് കൊടുത്തിട്ടുള്ളത്? ക്യൂൻ ക്ലോസർ കൊടുത്തിട്ടുള്ളത്. ക്യൂൻ ക്ലോസർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിക്കിനെ ലോങ്ജിറ്റ്യൂഡിനലി, അതായത് ലെങ്ത് വൈസിൽ കട്ട് ചെയ്തിട്ടുള്ള ബ്രിക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യൂൻ ക്ലോസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂൻ ക്ലോസർ ഓരോ ഹെഡറിൻ്റെ കൂടെയും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാ? ഒന്നിടവിട്ട് കൊടുത്തില്ല. എന്തിനാ? വെർട്ടിക്കൽ ജോയിൻസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വരുന്ന ഈ ഫ്ലെമിഷ് ബോണ്ടും ഇംഗ്ലീഷ് ബോണ്ടും തമ്മിലുള്ള മെയിനായിട്ട് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്. കണ്ടോ? ബോർഡിലെ ഓരോ വരിയിലും ഹെഡറും സ്ട്രക്ചറും ഒന്നിടവിട്ട് വെച്ചിരിക്കും. ഒന്നിടവിട്ട വരികളുടെ മൂലകൾ ഹെഡറിലാണ് തുടങ്ങുന്നത്. ഒന്നിടവിട്ട വരികളിൽ കൊയോൺ ഹെഡറിനടുത്ത് നമ്മൾ എന്ത് വെക്കുന്നുണ്ട്? ക്യൂൻ ക്ലോസർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഫേസ് ലാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മളവിടെ ക്യൂൻ ക്ലോസർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഫ്ലെമിഷ് ബോണ്ടിന് രണ്ട് രീതിയിലുണ്ടെന്ന് പറയുന്നുണ്ട്. എന്താ? ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും അതുപോലെ തന്നെ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് രണ്ട് രീതിയിലുണ്ട്. അത് നമ്മൾ അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. എന്താ? ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും രണ്ട് രീതിയിലുണ്ട് എന്നുള്ളത് നമ്മൾ അതിനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ആ വരയ്ക്കുന്ന, ഇപ്പം നമ്മൾ നേരത്തെ വരച്ച ഇംഗ്ലീഷ് ബോണ്ട് വരച്ചില്ലേ നമ്മൾ 20 സെൻറ്റിമീറ്ററിൻ്റെ വാൾ തിക്നെസ്സിൽ നമ്മൾ എന്ത് വരച്ചു? ഇംഗ്ലീഷ് ബോണ്ട് വരച്ചു. ഇവിടെ നമ്മളിവിടെ വരച്ചപ്പോൾ 20 സെൻറ്റിമീറ്ററിൻ്റെ ഇംഗ്ലീഷ് ബോണ്ട് വരച്ചു. കണ്ടല്ലോ? ഇങ്ങനെയാണ് നമ്മൾ വരച്ചത്. അടിയിൽ മൊത്തം സ്ട്രക്ചർ, ഇവിടെ മൊത്തം സ്ട്രക്ചർ ഫേസ്, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പോകുമ്പോൾ കംപ്ലീറ്റ് കോർണറിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ കംപ്ലീറ്റ് ഹെഡർ ഫേസ്. ഇനി നിങ്ങൾ നോക്കിയേ ഫ്ലെമിഷ് ബോണ്ട് വന്നപ്പോൾ എങ്ങനെയാണ് അത് എടുത്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. നോക്കിയേ. കണ്ടോ? ആദ്യം ഇഷ്ടിക വെച്ചു. എങ്ങനെ വെച്ചിരിക്കണേ? സ്ട്രക്ചർ ഫേസിലാണ് വെച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് എങ്ങനെയാണ്? ഹെഡറാണ്. ഈ എസ് എന്ന് എഴുതിയിരിക്കുന്നത് സ്ട്രക്ചറും എച്ച് എന്ന് എഴുതിയിരിക്കുന്നത് ഹെഡറുമാണ് കേട്ടോ. അപ്പോൾ അടുത്തത് നോക്കിയേ. സ്ട്രക്ചർ ഫേസ്, ഹെഡർ ഫേസ്, സ്ട്രക്ചർ, ഹെഡർ, സ്ട്രക്ചർ, ഇങ്ങനെ ആദ്യത്തെ ഒരു ഇതിലിങ്ങനെ വെച്ചു. പിന്നെ നമ്മളതിനെ 20 സെൻറ്റിമീറ്ററിൻ്റെ വോളിലേക്ക് നമ്മളതിനെ ഫില്ല് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലെയർ, അതായത് ഒരു ഹെഡർ കഴിഞ്ഞ ഒരു സ്ട്രക്ചർ ആണെന്നും ഒരു സ്ട്രക്ചർ കഴിഞ്ഞ ഒരു ഹെഡർ ആണെന്നും നമ്മൾ ഫ്ലെമിഷ് ബോണ്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കണം. അതോടൊപ്പം തന്നെ ഒരു സ്ട്രക്ചറിന് മുകളിൽ ഒരിക്കലും നമ്മൾ എന്ത് വെക്കില്ല? അപ്പോൾ ഒരു സ്ട്രക്ചർ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ വെർട്ടിക്കൽ ജോയിൻസ് വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ക്യൂൻ ക്ലോസർ വെച്ചിട്ടാണ് ആ കോർണറിൽ നിന്ന് മുകളിലേക്ക് പോകുന്നത്. ഇപ്പോൾ ഇതിൻ്റെ വ്യൂ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇവിടെ സ്ട്രക്ചർ, ഹെഡർ ഇങ്ങനെ. ഇനി ഇതൊരു ലെയറാണ്, അതായത് മുകളിലത്തെ വ്യൂ ആണ്, ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ലെയറാണ് ഇപ്പുറത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ ഒരുമിച്ച് നോക്കുമ്പോൾ നിങ്ങളൊന്ന്
ശ്രദ്ധിച്ച് നോക്കുക. കണ്ടോ, ഈ സ്ട്രക്ചറിൻ്റെ മുകളിൽ വരുന്നത് ഹെഡറാണ് വരുന്നത്. കണ്ടോ അല്ലേ? ഇവിടെ സ്ട്രക്ചറാണ് ഇരിക്കുന്നത് കോർണറിൽ, ഇവിടെ കോർണറിൽ ഇരിക്കുന്നത് ഹെഡറാണ്. അതായത് നേരെ ഓപ്പോസിറ്റ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, നമ്മൾ ഈ ഓട് ബ്രിക്കുകളൊക്കെ നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്നിട്ട് അടക്കി വെക്കുമ്പോൾ വെക്കുന്ന ഒരു സിസ്റ്റം. അതായത് ഒരെണ്ണം നമ്മൾ ലെങ്ത് വൈസിൽ വെച്ചാൽ പിന്നത്തെ നമ്മൾ വെക്കണത് എങ്ങനെയാണ്, വിഡ്ത്ത് വൈസിൽ. ഇപ്പോൾ ഈ ഓടും ബ്രിക്ക് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു പലകകൾ അടക്കി വെക്കുകയാണ്, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരേപോലെ തന്നെ വെക്കില്ല അല്ലേ, കുറച്ച് ഒരേ വീതി വൈസിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ ലെങ്ത് വൈസിൽ അങ്ങനെ തിരിച്ചും മറിച്ചും വെക്കും. അത് കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയുള്ള 2 ലെയറുകളാണ് ഇതിൽ ഈ കാണിച്ചിരിക്കുന്നത്. ആദ്യത്തെ ലെയറാണ് ഇത്. ആദ്യം സ്ട്രക്ചർ ഫേസിൽ വെച്ചു, ഹെഡർ ഫേസിൽ വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ വരുന്ന ലെയറാണ്, രണ്ടാമത്തെ ലെയറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഹെഡറാണ് നിൽക്കുന്നത്, ഹെഡറിൻ്റെ അപ്പുറത്ത് 2 സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതെങ്ങനെയാണ്, 2 സ്ട്രക്ചറും ഇപ്പുറത്ത് ഹെഡറാണ്. അപ്പോൾ നമുക്ക് ആ വെർട്ടിക്കൽ ജോയിൻറ്റ്സ് ഒരുപോലെ വരാത്ത രീതിയിൽ ഈ 2 ലെയറുകൾ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ലെയർ ഇതാണ്, രണ്ടാമത്തെ ലെയർ ഇതാണ്. അത് കഴിഞ്ഞ് വീണ്ടും മൂന്നാമത്തെ ലെയർ ഏതായിരിക്കും, ഇത് തന്നെയായിരിക്കും. നാലാമത്തെ ലെയർ എന്ന് പറയുന്നത് ഇപ്പുറത്തുള്ളതായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ മാറി മാറി ലെയറുകൾ കൊടുത്തിട്ടാണ് നമ്മൾ വോളിൻ്റെ ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത്. അപ്പോൾ അത് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിയേ, ഹെഡർ, അതുപോലെ തന്നെ ക്യൂൻ ക്ലോസർ, സ്ട്രക്ചർ ഇങ്ങനെ പോകണം. മുകളിൽ സ്ട്രക്ചർ, സ്ട്രക്ചർ, ഹെഡർ അങ്ങനെ പോകുന്നു. അതിൻ്റെ മുകളിൽ തന്നെ സെയിം ഈ ആദ്യത്തെ ലെയർ തന്നെയാണ് നമ്മൾ എവിടെ വെക്കുന്നത്, മൂന്നാമത്തെ ലെയറിൽ വെക്കുന്നത്. പിന്നെ നമ്മൾ ഈ രണ്ടാമത്തെ ലെയർ തന്നെയാണ് നമ്മൾ എവിടെ വെക്കുന്നത്, നാലാമത്തെ ലെയറിൽ വെക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോയിട്ടാണ് എന്തുണ്ടാവുന്നത്, ഒരു വോളിൻ്റെ ഹൈറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന ആ 2 ലെയറുകളാണ്. ഇതിനെ നമ്മൾ ഓഡ് കോഴ്സ് എന്നും ഈവൺ കോഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓഡ് കോഴ്സ്, ഈവൺ കോഴ്സ്, ഇങ്ങനെയാണ് ഓരോ ലെയറിനെയും നമ്മൾ പറയുന്നത്. ഇനി ഇപ്പോൾ പറഞ്ഞത് 20 സെൻറ്റിമീറ്ററിൻ്റെ വോളിൻ്റെ കാര്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അടുത്തത് നോക്കിയാൽ നിങ്ങൾ 30 സെൻറ്റിമീറ്ററിൻ്റെ വോളാണ് താഴെ കാണിച്ചിരിക്കുന്നത്. 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 ബ്രിക്ക് വാൾ. അപ്പോൾ 1 ബ്രിക്ക് വാളും അതുപോലെ തന്നെ 1.5 ബ്രിക്ക് വാളുമാണ്. അങ്ങനെയാണ് കേട്ടോ ക്വസ്റ്റ്യനിൽ തരുമ്പോൾ. അപ്പോൾ 1 ബ്രിക്ക് വാൾ എന്ന് പറയുമ്പോൾ നമ്മളത് മനസ്സിലാക്കിയെടുക്കണം, അത് 20 സെൻറ്റിമീറ്ററിൻ്റെ വോളാണെന്ന് മനസ്സിലാക്കണം. 1.5 ബ്രിക്ക് വാൾ എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം, 30 സെൻറ്റിമീറ്ററിൻ്റെ വോളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നോക്കിയേ, 30 സെൻറ്റിമീറ്ററിൻ്റെ ഫ്ലെമിഷ് ബോണ്ട് വരയ്ക്കുമ്പോൾ അവിടെ എന്തൊക്കെ പ്രത്യേകതകളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കി നോക്കാം. കണ്ട, ഇതാണ് 30 സെൻറ്റിമീറ്ററിൻ്റെ വോള് പണിയുമ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ ഇങ്ങനെയാണ് പണിയുന്നത്. ആദ്യം നമ്മൾ സ്ട്രക്ചർ വെച്ചു അല്ലേ, സ്ട്രക്ചർ വെച്ചു. പിന്നെ നമുക്ക് എന്താണ് വെക്കേണ്ടത്, ഹെഡറാണ് വെക്കേണ്ടത്. അപ്പോൾ ഈ ഹെഡർ വെക്കുമ്പോൾ ശരിക്കും ഇതൊരു ഫുൾ ബ്രിക്കിൻ്റെ സൈസ് ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഈ രണ്ടാമത് വെച്ചിരിക്കുന്ന ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിട്ടുള്ള ബ്രിക്കിനെ അവരത് B3 എന്നൊക്കെ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ B3 എന്ന് പറയുന്നത് ഫുൾ ബ്രിക്കിൻ്റെ സൈസ് ഉണ്ടോ എന്നുള്ളത്, അതായത് 20 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ഹെഡറിൻ്റെ സൈസ്, ആ നീളം കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് ആ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ ഒരു സ്ട്രക്ചർ വെച്ചിട്ടുണ്ട്, തുടക്കത്തിലെ സ്ട്രക്ചറും അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ക്യൂൻ ക്ലോസറുണ്ട്. ക്യൂൻ എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ, ക്യൂൻ ക്ലോസറുണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചറും ക്യൂൻ ക്ലോസറും കൂടി വരുമ്പോൾ 10ഉം 5ഉം 15 ആണ് വരുന്നത് അല്ലേ. ആ 15ൻ്റെ ബ്രിക്കാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ 15ൻ്റെ ബ്രിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രിക്ക് ബാറ്റ്സുകളെ കുറിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതിൽ 20 സെൻറ്റിമീറ്റർ നീളമുള്ള ബ്രിക്കിനെ നമ്മൾ 5 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ബാക്കി 15 സെൻറ്റിമീറ്റർ ആണ് വെക്കുന്നത്. അപ്പോൾ അത് എന്ത് ബ്രിക്കായിരിക്കും, മുക്കാൽ ബ്രിക്ക് എന്നാണ് നമ്മൾ, അതിൻ്റെ ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്തത്, കട്ട് ചെയ്ത് കളഞ്ഞത്. ബാക്കി അതിൽ എത്രയുള്ളത്, മുക്കാൽ ഭാഗമാണുള്ളത്. അപ്പോൾ ഈ മുക്കാൽ ബ്രിക്കാണ് നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത്, ഈ ഹെഡറും ക്യൂൻ ക്ലോസറും കൂടി വരുന്ന ആ കോർണറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രിക്ക് എന്ന് പറയുന്നത് ഏതാണ്, മുക്കാൽ ബാറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മുക്കാൽ ബ്രിക്കാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത്. അതെങ്ങനെ വന്നു എന്നുള്ളത് മനസ്സിലായല്ലോ. ഒരു സ്ട്രക്ചർ ഫേസ് ഉപയോഗിക്കുന്നു, അതിന് ശേഷം അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ക്യൂൻ ക്ലോസറാണ് വെക്കുന്നത്. അപ്പോൾ അത് രണ്ടും ഒരേ രീതിയിൽ വരാൻ വേണ്ടി നമ്മളവിടെ എന്ത് വെക്കുന്നു, ഒരു മുക്കാൽ ബ്രിക്കാണ് നമ്മളവിടെ വെക്കുന്നത്.
മുക്കാൽ ബ്രിക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡറിന് പകരം ഹെഡറിൻ്റെ ഫുൾ സൈസ് ഇല്ല എന്നുള്ളൂ, നമ്മളവിടെ മുക്കാൽ ബ്രിക്ക് വെക്കുന്നു. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ അപ്പുറത്ത് എന്ത് വരും? വീണ്ടും ഒരു ഹെഡർ വരുമോ? ഇല്ല, നമുക്കവിടെ സ്ട്രക്ചറാണ് വരുന്നത്. പിന്നെ ഹെഡർ വന്നു, സ്ട്രക്ചർ വന്നു, ഹെഡർ വന്നു, സ്ട്രക്ചർ വന്നു. ഇനിയിപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം മനസ്സിലാവും. ഈ സ്ട്രക്ചറിൻ്റെ മുകളിൽ വീണ്ടും ഒരു സ്ട്രക്ചർ ഇതിൽ വരുന്നില്ല. കണ്ട, സ്ട്രക്ചറിൻ്റെ മുകളിൽ ഇപ്പോൾ ഈ മുക്കാൽ ബ്രിക്ക് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്ത് സ്ട്രക്ചർ ഫേസ് ആണ്. അതിൻ്റെ മുകളിൽ നോക്കിയാൽ 2 ഹെഡറാണ് ഇരിക്കുന്നത്. അതിൻ്റെ മുകളിൽ 2 ഹെഡറാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു ഹെഡർ വെച്ചു. ആ ഹെഡറിൻ്റെ മുകളിൽ എന്താണ് ഇരിക്കുന്നത്? ഒരു സ്ട്രക്ചറാണ് ഇരിക്കുന്നത്. ഹെഡറിൻ്റെ മുകളിൽ സ്ട്രക്ചറാണ് ഇരിക്കുന്നത്. പിന്നെ സ്ട്രക്ചറിൻ്റെ അപ്പുറത്ത് ഹെഡർ വന്നു, ഹെഡറിൻ്റെ താഴെ എന്ത് വന്നു? സ്ട്രക്ചർ വന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന്, അതായത് റിപ്പീറ്റ് ചെയ്ത് വരാത്ത രീതിയിൽ, വെർട്ടിക്കൽ ജോയിൻസുകൾ ഒരുപോലെ വരാത്ത രീതിയിൽ, ഒരു സ്ട്രക്ചറും അടുത്ത് വരാതെ, അല്ലെങ്കിൽ ഹെഡറും അടുത്ത് വരാത്ത രീതിയിലാണ് ഈ 30 സെൻറ്റിമീറ്ററിൻ്റെ വോൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് പോണ കേസായാലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. മുക്കാൽ ബ്രിക്ക് കഴിഞ്ഞു, അതിൻ്റെ ഇപ്പുറത്ത് സ്ട്രക്ചറാണ്, അതിൻ്റെ സ്ട്രക്ചറിൻ്റെ മുകളിൽ ഹെഡറിൻ്റെ മുകളിൽ ഇത് സ്ട്രക്ചർ, ഇത് ഹെഡറാണ്, ഹെഡറിൻ്റെ അപ്പുറത്ത് സ്ട്രക്ചർ വെച്ചിരിക്കുന്നു. സ്ട്രക്ചറിൻ്റെ മുകളിൽ വീണ്ടും ഹെഡർ, പിന്നെ വീണ്ടും അതിങ്ങനെ ക്ലോസ് ചെയ്തിട്ട് അതേ പാറ്റേണിൽ തന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അത് അത്ര ക്ലിയർ ആവാൻ സാധ്യതയില്ല, പക്ഷെ അത് വരച്ച് തന്നെ നിങ്ങളത് പഠിക്കണം കേട്ടോ. ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഒരു ഹെഡറും ഒരു സ്ട്രക്ചറും. ഇംഗ്ലീഷ് ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒന്നിടവിട്ട ലെയറുകളിൽ വരും. ഫ്ലെമിഷ് ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഒരേ ലെയറിൽ തന്നെ രണ്ടും വരും. പക്ഷെ അത് വെക്കുന്ന സമയത്ത് ഹെഡറിൻ്റെ മുകളിൽ സ്ട്രക്ചർ കഴിഞ്ഞാൽ ഹെഡർ, ഈ ഒരു പാറ്റേണിൽ മാത്രമേ അത് വരുള്ളൂ. ഒരിക്കലും 2 സ്ട്രക്ചറും 2 ഹെഡറും കൂടി ഒരുമിച്ച് വരില്ല. അപ്പോൾ ഈ ഒരു പാറ്റേൺ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മളിത് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് വരച്ച് തന്നെ പഠിച്ചാലാണ് നമുക്ക് അതിനൊരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളിതിപ്പോൾ അളവെടുത്ത് കറക്റ്റായിട്ട് വരയ്ക്കണമെന്നില്ല, റഫായിട്ടായാലും വരച്ച് പഠിക്കുക. അതിന് ശേഷം ഇത് അളവിൽ വരച്ച് നോക്കുക. എന്നിട്ട് വീട്ടിലിരുന്ന് വരച്ച് നോക്കിയാലും മതി. എന്നിട്ട് നിങ്ങളിത് ഇങ്ങോട്ട് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് അത് കൊണ്ടുവന്ന് തന്നെ ഏതെങ്കിലും ഒരു നോട്ട്ബുക്ക് അതിന് വേണ്ടി നിങ്ങൾ മേടിച്ചോളൂ. ആ നോട്ട്ബുക്ക് അതിന് വേണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് എന്നും പറഞ്ഞിട്ട് 20 സെൻറ്റിമീറ്ററിൻ്റെ വാൾ, അതായത് 1 ബ്രിക്ക് വാൾ എന്ന് ഹെഡിങ് എഴുതുക. എന്നിട്ട് അതിൽ നിങ്ങൾ എന്ത് വരയ്ക്കുക? ഈ നേരത്തെ കാണിച്ചു തന്ന ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ 20 സെൻറ്റിമീറ്ററിൻ്റെ വാൾ വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ അടിയിൽ ഈ 20 സെൻറ്റിമീറ്ററിൻ്റെ തന്നെ ഫ്ലെമിഷ് ബോണ്ട് വരയ്ക്കുക. എന്നിട്ട് 1 ബ്രിക്ക് വാൾ കഴിഞ്ഞു. അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ട് മാത്രം എല്ലാതും ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്തോളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ബോണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇംഗ്ലീഷ് ബോണ്ട് മാത്രം ആദ്യം വരയ്ക്കുക. അതായത് 20 സെൻറ്റിമീറ്ററിൻ്റെ ഇംഗ്ലീഷ് ബോണ്ട്, അതുപോലെ 30 സെൻറ്റിമീറ്ററിൻ്റെ ഇംഗ്ലീഷ് ബോണ്ട്, അതുപോലെ 40 സെൻറ്റിമീറ്റർ. 50 നിങ്ങൾ വരയ്ക്കേണ്ട, 40 വരെയുള്ളത് വരച്ചാൽ മതി. അപ്പോൾ ഇത് മൂന്നും, അപ്പോൾ ഇതിന് ഒരു നോട്ട്ബുക്ക് മേടിച്ചിട്ട് അതിൽ ഈ ബോണ്ടുകൾ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ട്രേഡ് ഡ്രോയിങ്ങും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റും. മനസ്സിലാവുണ്ടോ? അതിനിപ്പോൾ പ്രാക്ടിക്കലിന് വരാൻ പറ്റിയില്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സർവേ മാത്രം പ്രാക്ടിക്കൽ ചെയ്താൽ മതി. ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ചോദിച്ചാൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വരയ്ക്കാനും കുറച്ച് ഒരു എക്സ്പീരിയൻസ് കിട്ടും, സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കാൻ. അപ്പോൾ വീട്ടിലിരുന്നിട്ട് ഇത് തീർച്ചയായിട്ടും ഇത് പ്രാക്ടീസ് ചെയ്യണം. വെറുതെ കേട്ടാൽ മാത്രം പോരാ, ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടും വരച്ച് തന്നെ പഠിക്കണം. ഇതിലും 30 സെൻറ്റിമീറ്ററിൻ്റെയും 40 സെൻറ്റിമീറ്ററിൻ്റെയും 3 വാളുകൾ ഫ്ലെമിഷ് ബോണ്ടിൻ്റെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ വരച്ച് പഠിക്കുക. അപ്പോൾ ആദ്യം 20 സെൻറ്റിമീറ്ററിൻ്റെ വരച്ച് പഠിക്കുക. സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ഇതിനകത്ത് B2 എന്ന് കാണുന്നത് ആ ബ്രിക്കിന്റെ പകുതിയാണോ? ഏത്? അതിന്റെ നടുക്കിരിക്കുന്നത് ഹാഫ് ബ്രിക്ക് ആണ്. ഹാഫ് ബ്രിക്ക്. മുക്കാല്. അതായത് രണ്ടും ഇപ്പോൾ ഇതിങ്ങനെ സ്ക്വയർ പോലെ വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഹാഫ് ബ്രിക്ക് ആണ് വരുന്നത്. സാധാരണ ഇങ്ങനെ B2 B3 എന്ന് എഴുതില്ലേ നമ്മൾ. മുക്കാൽ എന്നുള്ളത് 3/4 എന്ന് എഴുതും, ഹാഫ് എന്നുള്ളിടത്ത്
1/2 എന്നാണ് നമ്മൾ എഴുതി മെൻഷൻ ചെയ്യാറുണ്ട് നമ്മളങ്ങനെ. അത് നിങ്ങൾ ഓക്കെ ഓക്കെ ഒന്ന് വരച്ച് പഠിച്ച് നോക്കൂ, എന്നിട്ട് വരുമ്പോൾ കാണിച്ചു തരുമ്പോൾ നമുക്കത് ക്ലിയർ ചെയ്യാം. B1 B2 എന്നൊന്നും എഴുതാറില്ല, നമ്മളങ്ങനെ ഹാഫ് മുക്കാൽ തന്നെയാണ് എഴുതാറ്. ഇപ്പോൾ ഈ ക്യൂൻ ക്ലോസറിന് മെൻഷൻ ചെയ്യണത് നമ്മൾ ഇങ്ങനെ ലൈൻസ് വരച്ചിട്ടാണ്, ചെരിച്ച് അങ്ങനെ ലൈൻസ് വരച്ചിട്ടാണ് അത് ക്യൂൻ ക്ലോസർ ആണെന്നുള്ളത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ കാണിച്ചിരിക്കണ കണ്ടോ, ക്യൂൻ ക്ലോസറിനെ നമ്മൾ മെൻഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സിമ്പിളാണിത്, ക്യൂൻ ക്ലോസർ ആണെന്നുള്ളത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണത്. ഇത്രയാണ് നമുക്ക് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്. പിന്നെ ഇതിൽ വേറെ ബോണ്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ വാൾ ബോണ്ട്, അതുപോലെ തന്നെ ഗാർഡൻ വാൾ ബോണ്ട്, റേക്കിംഗ് ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതൊന്നും നമുക്ക് ആകെ പഠിക്കാനുള്ളത് 4 ബോണ്ടുകളാണുള്ളത്. അതായത് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്. സ്ട്രക്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ബോണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഇംഗ്ലീഷ് ബോണ്ടും ഫ്ലെമിഷ് ബോണ്ടാണ്. അപ്പോൾ അത് നമുക്ക് വരയ്ക്കാനും ആവശ്യമുള്ളതാണ്, തിയറിക്കും ആവശ്യമുള്ളതാണ്. അതായത് പ്രാക്ടിക്കലിനും ആവശ്യമുണ്ട്, തിയറിക്കും ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത്. ബാക്കി ഇതിൽ വരുന്ന ബോണ്ടുകൾ നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വെച്ചാൽ മതി, നമുക്ക് പരീക്ഷയ്ക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതല്ല. പിന്നെ ഇതിൽ വരുന്നത് ഇതുപോലത്തുള്ള T ജംഗ്ഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വാള് കൊടുക്കില്ലേ, ഇപ്പോൾ ഒരു വാളിൽ നിന്ന് നമ്മളൊരു റൂമിനെ തിരിക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വാളുകൾ കൊടുക്കില്ലേ, ഇതിനെ നമ്മൾ T ജംഗ്ഷൻ വാളുകൾ എന്നാണ് പറയുക. T ജംഗ്ഷൻ വാളുകൾ. അതിനെ നമ്മൾ ഇത് നമുക്ക് വരയ്ക്കാനുണ്ട്, എങ്ങനെയാണ് T ജംഗ്ഷൻസ് നമ്മൾ കൊടുക്കുന്നതെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കത് ഇതാവില്ല, പക്ഷെ വരച്ചിട്ട് പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കത് മനസ്സിലാവും. ഇതും ഇതുപോലെ 2 ലെയറായിട്ടാണ് വെക്കുന്നത്. പ്ലാനാണ് ഇത്, മുകളിൽ ഏറ്റവും അടിയിൽ വെക്കുന്ന ലെയർ. അപ്പോൾ അതിൻ്റെ ഈ നേരെ കാണുന്ന വെർട്ടിക്കലായിട്ട് കാണുന്നതാണ് വാള്. അതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് എന്ത് പോകുന്നത്, അതിൻ്റെ ഒരു പാർട്ടീഷൻ വാളോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, ഒരു ക്രോസ് ആയിട്ടൊരു വാള് കടന്നു പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും, ബ്രിക്ക് എങ്ങനെയാണ്, ഇതിപ്പോൾ 30 സെൻറ്റിമീറ്ററിൻ്റെ വാളാണ് അല്ലേ, 20 അല്ല 30x30, അതായത് വെർട്ടിക്കൽ വാളും ക്രോസ് വാളും 30 സെൻറ്റിമീറ്ററിൻ്റെ വാളാണ്. അതുപോലെ ഇതിലും 30 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ആദ്യത്തെ ലെയർ, ഇത് രണ്ടാമത്തെ ലെയർ. ഈ ലെയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൻ്റെ ഈ ലെയറിൽ അടിയിലിരിക്കുന്നത് ഹെഡറും മുകളിലിരിക്കുന്നത് സ്ട്രക്ചറാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ മുകളിലിരിക്കുന്നത് ഹെഡറും അടിയിലിരിക്കുന്നത് സ്ട്രക്ചറും നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വന്നു. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വരച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. അതുപോലെ T ജംഗ്ഷൻസും വരുന്നുണ്ട്, അതുപോലെ ക്രോസ് വാളുകളുണ്ട്. പക്ഷെ അത് ക്രോസ് വാൾ ഇതിൽ ക്രോസ് വാളുകളുണ്ട്. ഇതാണ് ക്രോസ് വാൾ എന്ന് പറയാം. ഈ രീതിയിൽ നമുക്ക് വാളുകൾ വരുമല്ലോ. അപ്പോൾ ക്രോസ് ആയിട്ട്, അപ്പോൾ മെയിനായിട്ട് നടുക്കിലൊരു ഹോളിൻ്റെ ഇത് പാർട്ടീഷൻ വാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നടുക്കിൽ മാത്രം ഒറ്റ വാളുണ്ടെങ്കിൽ അതിനെ റൂമായിട്ട് ചെയ്യണ സമയത്ത് ഇതുപോലുള്ള ക്രോസ് വാളുകൾ ഉണ്ടാവും നമുക്ക്. അപ്പോൾ T ജംഗ്ഷൻ വാളുകളുണ്ട്, അതുപോലെ തന്നെ ക്രോസ് വാളുകളുണ്ട്. അപ്പോൾ ഇത് ക്രോസ് വാളുകളൊക്കെ 30 സെൻറ്റിമീറ്ററിൻ്റെ ക്രോസ് വാളുകളാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞ പോലെ 20-ൻ്റെയും 30-ൻ്റെയും, ഇനിയിപ്പോൾ 30ഉം 20ഉം ഉണ്ടാവും. ചിലപ്പോൾ മെയിൻ വാൾ 30 സെൻറ്റിമീറ്ററും പാർട്ടീഷൻ കൊടുക്കുന്നത് 20 സെൻറ്റിമീറ്ററും ആവാം, അങ്ങനെയും നമുക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രോയിങ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഈ ക്രോസ് വാളും T ജംഗ്ഷൻ വാളൊക്കെ വരയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇതാണ്, നമ്മുടെ ബോണ്ട് കോർണർ വാളുകളാണ് നമുക്ക് ആവശ്യം വരുന്നത്, ഇംഗ്ലീഷ് ബോണ്ടിൻ്റെയും ഫ്ലെമിഷ് ബോണ്ടിൻ്റെയും. അത് നിങ്ങൾ വൃത്തിയായിട്ട് വരച്ച് പഠിച്ച ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ബ്രിക്ക് മേസണറിയുടെ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ള മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റിൽ ഒരു പേജ് കൊടുത്തിട്ടുണ്ട്, എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട്. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് അറിയാതെ PDF ആക്കിയപ്പോൾ ഇതിൽ വന്ന് പെട്ടുപോയതാണ്. അത് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രിക്ക് മേസണറിയിൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അതായത് ഇതിൻ്റെ പാർട്സുകളുണ്ട്. അതായത് ഇപ്പോൾ മുക്കാൽ ബ്രിക്ക്, ഹാഫ് ബ്രിക്ക്, ക്യൂൻ ക്ലോസർ, കിങ് ക്ലോസർ, ബിവൽഡ് ക്ലോസർ എന്നൊക്കെ പറഞ്ഞിട്ട് തുടക്കത്തിൽ ഞാൻ കുറച്ച് ഇത് ബ്രിക്കിൻ്റെ പാർട്സുകൾ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള പേരുകൾ ഇത് 1 വേർഡായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, പിന്നെ പറഞ്ഞതാണ് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ടാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത്.
അപ്പം ഈ ബ്രിക്ക് ബാറ്റ്സുകൾ ഉണ്ടല്ലോ, ഇത് വൺ വേർഡിൽ ചോദിക്കാറുണ്ട്. ഇത് ഇങ്ങനെ കട്ട് ചെയ്യണ ബ്രിക്കിന് എന്ത് പേര് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഇത് നിങ്ങൾ പഠിക്കണം, നോട്ട് ചെയ്ത് വെക്കണം. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ മീൻസ് നമ്മളിപ്പോൾ പറഞ്ഞ ബോണ്ട്, ഈ 4 ബോണ്ടുകൾ, ടൈപ്സ് ഓഫ് ബോണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 4 ബോണ്ടുകൾ എഴുതി വയ്ക്കുക. ഇനി ഇതല്ലാതെ ഒരു ബോണ്ട് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്, അതായത് റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയും. അത് ഇതിൽ കൊടുത്തിട്ടില്ല. റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്നാണ് നമ്മളതിനെ പറയുക. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 2 സൈഡിലും ഇഷ്ടിക കെട്ടും, നടുക്കിൽ കുഴി പോലെ ആയിരിക്കും. അതാണ് ആ ഒരു എലിക്കണി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അതായത് 2 സൈഡിലും നമ്മൾ ഇപ്പോൾ 30 സെൻറ്റിമീറ്ററിൻ്റെ ബോളാണെങ്കിൽ 2 സൈഡിൽ ബ്രിക്ക് വെച്ച് പോകും, നടുക്കിൽ ഹോളായിരിക്കും, ഹോള് പോലെ നടുക്കിൽ പൊത്ത് പോലെ ആയിരിക്കും. അങ്ങനെ നമ്മൾ ബോൾ വെച്ച് കെട്ടിപ്പോവുക. അതിനെ പല രീതിയിൽ നമുക്കതിനെ മെൻഷൻ ചെയ്യാം. ഒന്നുകിൽ അതിൻ്റെ അകത്ത് ഇപ്പോൾ ചൂട് കുറയ്ക്കാനുള്ള ഒരു ഹോള് പോലെ ചൂട് കുറയ്ക്കുക എന്നുള്ളൊരു പർപ്പസ് നമുക്കതിൽ, അതായത് ഉള്ളിൽ ചൂടാണെങ്കിൽ, പുറത്ത് ചൂടാണെങ്കിൽ ഉള്ളിൽ തണുപ്പും, പുറത്ത് തണുപ്പാണെങ്കിൽ ഉള്ളിൽ ചൂട് നിലനിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ബോളിന് കുറച്ചുകൂടെ ബലം കിട്ടാൻ വേണ്ടിയിട്ട് ഈ നടുക്കിലുള്ള ഹോളിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് കൊടുക്കാം, കോൺക്രീറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് PCC വേണമെങ്കിൽ PCC കൊടുക്കാം, RCC വേണമെങ്കിൽ കമ്പിയൊക്കെ വെച്ചിട്ട് RCC വെച്ചിട്ട് വേണമെങ്കിൽ വാർക്കാം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ല രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു വാൾ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബോണ്ട് ഉണ്ട്, റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്നാണ് നമ്മളതിനെ പറയുക. ഈ റാറ്റ് ട്രാപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. 2 സൈഡിൽ നമ്മൾ ഇഷ്ടിക കെട്ടി, നടുക്കിൽ അതിന് ഹോളായിരിക്കും. അതിൽ നമുക്ക് ഒന്നുകിൽ കോൺക്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കതിനെ മറ്റേ RCCയോ PCCയോ ഏത് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ ഹോളായിട്ട് തന്നെ നിലനിർത്താം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഒരു ചൂടും തണുപ്പൊക്കെ നമുക്ക് റൂമിനകത്തേക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അതായത് പുറത്ത് നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ചൂടിനെ അത് റൂമിൻ്റെ അകത്തേക്ക് കടത്തി വിടാണ്ട് നോക്കും. അതുപോലെ തന്നെ പുറത്ത് നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ നമുക്ക് റൂമിനകത്ത് എപ്പോഴും ചൂടുള്ളൊരവസ്ഥയും ഉണ്ടായിരിക്കുന്നു എന്നാണ് ഈ റാറ്റ് ട്രാപ്പ് ബോണ്ട് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 4 ബോണ്ടുകളാണ് മെയിനായിട്ട് നമുക്ക് വരുന്നത്: ഹെഡർ ബോണ്ട്, സ്ട്രക്ചർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്. അതിൽ ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഈ റാറ്റ് ട്രാപ്പ് ബോണ്ട് എന്ന് പറയുന്നത് അത് എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബ്രിക്ക് മേസണറിയുടെ ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ആവുകയാണ്.